പിന്നെ ഈസ്റ്റ് ഹാമിലേക്ക് നമ്മളെ മൊത്തം ഈസ്റ്റ് ഹാം നമ്മളെ ചുറ്റിക്കറക്കി കാണിച്ച ഹർഷ് ഇപ്പോൾ ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കുവാണ് മെയ്ഡ്സ്റ്റോണിൽ. ഹർഷ, മെയ്ഡ്സ്റ്റോണിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹായ് ഫ്രണ്ട്സ്, അബീസിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊന്നുള്ളത് നമ്മുടെ ലണ്ടൻ്റെ അടുത്ത് ഒരു 45 മിനിറ്റ് മാറി നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. വലിയ മലയാളി കമ്മ്യൂണിറ്റി, അങ്ങനെ ഒത്തിരി മലയാളീസ് ഫാമിലി ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈസ്റ്റ് ഹാമിലേക്ക് നമ്മളെ മൊത്തം ഈസ്റ്റ് ഹാം നമ്മളെ ചുറ്റിക്കറക്കി കാണിച്ച ഹർഷ് ഇപ്പോൾ ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കുവാണ് മെയ്ഡ്സ്റ്റോണിൽ. ഹർഷ, മെയ്ഡ്സ്റ്റോണിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പറ്റി പറയാൻ എനിക്ക് അറിയില്ലൊന്നും. സത്യം പറഞ്ഞാൽ ഹർഷിൻ്റെയൊക്കെ തല കറങ്ങിക്കുക. എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം ഈസ്റ്റ് ഹാം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു വലിയ ബിസി ടൗണിൽ നിന്ന് ഹർഷിനെ പോലുള്ള ഒരാൾ ഇങ്ങോട്ട് വന്ന് സത്യം പറഞ്ഞാൽ ഹർഷയ്ക്ക് ഇവിടെ എങ്ങനെ ജീവിക്കണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. വില്ലേജ് ഏരിയ ആണ് മെയിനായിട്ട്. പിന്നെ അത്യാവശ്യം മലയാളീസ് ഒക്കെ ഇവിടെ മെഡിസിൻ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം മലയാളീസ് എല്ലാവരും ആ ഏരിയയിലാണ്. ഇത് പിന്നെ ഹൈ സ്ട്രീറ്റ് ഇപ്പോൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കെന്താണെങ്കിലും ഈസ്റ്റ് ഹാമിനേക്കാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു വൈബ് ഈസ്റ്റ് ഹാമാന്ന് തോന്നുന്നു അല്ലേ? അല്ല, നമുക്ക് വൈബ് ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത് ഈസ്റ്റ് ഹാമിൽ മലയാളീസ് ഉണ്ട്, മറ്റേ നാട്ടുകാരുണ്ട്, നമ്മുടെ അയൽവക്കാർ, തമിഴ്നാട്ടുകാർ, ആന്ധ്രക്കാർ, അവരൊക്കെ എല്ലാവരും ഉണ്ട്. പിന്നെ അവരൊക്കെ ആയിട്ട് നമുക്ക് ഈ കാണുമ്പോൾ മിണ്ടിയും പറഞ്ഞൊക്കെ സംസാരിച്ച് അവരുടെ സംസാരം ഇതൊക്കെ നമുക്ക് നാട് ഒരു ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെയെന്ന് വെച്ചാൽ ശരിക്കും ഒരു ലണ്ടൻ തന്നെ. എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മൊത്തം കാണുന്നതൊക്കെ ഇംഗ്ലീഷുകാരും, അതുപോലെ തന്നെ എന്താ പറയുക, മൊത്തത്തിൽ ഇംഗ്ലീഷുകാർ. ഞാനിപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ മറ്റേ നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിലും നമ്മൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ആകെ ഒരാളെ കണ്ടുള്ളൂ, അല്ലാണ്ട് വേറെ അധികം ആൾക്കാരെ കണ്ടില്ല. പിന്നെ ഇപ്പൊ ഇതുണ്ടല്ലോ ഹൈ സ്ട്രീറ്റ് തന്നെ, അത് കാണിച്ചു കൊടുത്തേ ഒരു മനുഷ്യനില്ല. അടച്ചിട്ടൊക്കെ ജേഡി ആയാലും ഇതൊക്കെ എല്ലാം അടച്ചിട്ടേക്കാണ്, ഫുള്ള് അടവാണെന്ന്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ സ്ഥലം. നിങ്ങൾ ജസ്റ്റ് ഈ റോഡ് ഈ അറ്റം പോലെ അങ്ങേ അറ്റം ഒരു പേപ്പർ പോലും ഇവിടെ കാണാനില്ല. പിന്നെ ഫുള്ള് കൺട്രി സൈഡ് ആയാലും അത് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാടാ. എന്ന് വെച്ചാൽ അതിപ്പോൾ ഫുള്ള് കൺട്രി സൈഡ് ആയാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും. ഈ പറഞ്ഞ പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇവർ കൊണ്ടേ നടക്കുകയുള്ളൂ. അവിടെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഇന്നോടത്തൊക്കെ എന്ന് വെച്ചാൽ നീ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള നമ്മൾ ഈസ്റ്റ് ഹാമിൻ്റെ റൂമൊക്കെ നീ കണ്ടല്ലേ, എന്താണ് അവസ്ഥ? ഒരു വീടുണ്ടെങ്കിൽ അതിനകത്ത് 7 ബെഡ്റൂമിലും ഒരു കൂടി വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തിങ്ങി പാർത്ത് ഒരു 10-25 പേരുണ്ടാവും. ഫാമിലി ആണെങ്കിൽ 7 ഫാമിലി ഉണ്ടാവും. ചിലപ്പോൾ ഒരു കിച്ചണേ ഉണ്ടാവുള്ളൂ. അതൊക്കെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, ഇതില്ല കുഴപ്പമില്ല. ശരിയായിട്ട് ഇപ്പോഴത്തെ ഇവരുടെ റൂമാണെങ്കിലും ഇവിടെയുള്ള ബിൽഡിങ്സ് ആണെങ്കിലും എല്ലാം പുതിയ ബിൽഡിങ്സാണ്. അതാണ് മെയിൻ. ഫ്ലാറ്റുകളാണ് മെയിനായിട്ട്. ഇല്ല, ഓൾമോസ്റ്റ് ഫ്ലാറ്റുകളാണ്. പിന്നെ ഇത് ഫ്രണ്ട്ലി വാക്ക് എന്ന് പറയും. ഈ സ്ഥലം ഫ്രണ്ട്ലി വാക്ക്, ഇവിടെയാണ് എല്ലാ ഇതിൻ്റെ ബ്രാൻഡ് ഷോറൂംസ് എല്ലാം ഉണ്ട്. സാറ, H&M, JD എല്ലാ സംഭവം ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഈസ്റ്റ് ഹാമിൽ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട്ഫോർഡ് വേണം എല്ലാ ഇത് കാണാൻ തന്നെ. നമുക്ക് ഇവിടെ ഈ അടുത്തുനിന്ന് ഇവിടെ വരെ എന്നാൽ മതി ഇതെല്ലാം ചെയ്യാൻ. പിന്നെ ഹർഷിൻ്റെ റൂമാണെങ്കിലും ഒത്ത സിറ്റി സെൻ്ററിനെ നടുക്കുക. ഞാൻ ഇപ്പോൾ റൂം എടുത്തേക്കണമെന്ന് വെച്ചാൽ നമുക്ക് റൂം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ മെയ്ഡ്സ്റ്റോൺ സ്റ്റേഷൻ, ഈസ്റ്റ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം. അതായത് ജസ്റ്റ് 2 മിനിറ്റ് വാക്കുള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് താഴ്ത്തിക്കുന്ന കടകളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് എല്ലാ സംഭവങ്ങളും. നമ്മുടെ അവിടെ ഒന്നും ഇത് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. എടാ, ഇതെന്ന് വെച്ചാൽ എന്നതാ റീഫിബ്രിലേറ്റർ അല്ല റീഫിബ്രിലേറ്റർ. ഇതെന്താണെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഇവിടെ ഇത് ഹൈ സ്ട്രീറ്റ് അല്ലേ, ഈ ഹൈ സ്ട്രീറ്റിൽ ഇപ്പോൾ ഒരാൾ ബോധം കെട്ടോ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പിടിച്ച് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സംഭവം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ ചെയ്യാനുള്ളൊരു ഇതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ലല്ലോ ഈ CPR കൊടുക്കണം എങ്ങനെയാണെന്നോ, അല്ലാണ്ട് നമുക്ക് ഒരാളിങ്ങനെ ബോധം കെട്ട് പോയി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ഇതിനകത്ത് അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഫോൺ ചെയ്യാം ആരെങ്കിലും. പിന്നെ ഒരു ടൂറിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ മാപ്പ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ മാത്രം അടിച്ചു കൊടുത്താൽ മതി, അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇപ്പോൾ എന്തിനും കണ്ട ഇപ്പോൾ ഈ പ്രൈമാർക്കിൽ കയറി ഇപ്പോൾ നമ്മുടെ ലേഡീസൊക്കെ ഡ്രസ്സ് എടുക്കാൻ നേരത്തെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ BBC ന്യൂസ് ഇപ്പോൾ ലൈവായിട്ട് BBC ന്യൂസ് കാണണമെങ്കിൽ BBC ന്യൂസും കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ 999 കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എല്ലാ സംഭവം ഉണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇത് അടിപൊളി സാധനം. ഇത് നിങ്ങളവിടെ ഒന്നുമില്ലേ?
ഞാൻ കണ്ടിട്ടില്ല. ആ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെയായിരിക്കും മിക്കവാറും. ടെലിഫോൺ ബൂത്താന്ന് കരുതി നമ്മൾ ഇത് ചെയ്യണമായിരിക്കും. ടെലിഫോൺ ബൂത്ത് അല്ല മെയിനായിട്ട്. നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പിന്നെ ലാംഗ്വേജ് ഉണ്ട്. ഇതിനകത്ത് 3 ലാംഗ്വേജ് ഉണ്ട്. ഇത് എസ്പാനോ, അതായത് സ്പെയിൻ്റെ, ഇത് FR ഫ്രാൻസിൻ്റെ, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ്. മൂന്ന് ലാംഗ്വേജസ് ഉണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെഡിസിനിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ചർച്ചയത്. ഇതാകെ എനിക്ക് തോന്നുന്നു സൺഡേസിൽ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. സൺഡേസിൽ മാത്രമായിട്ട് നല്ലൊരു 30 to 12:30 മാത്രമേ ഉള്ളൂ. പിന്നെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ചർച്ചകളല്ല പിന്നെ ഇതേപോലെ അല്ലടാ, കരിങ്കല്ലും കൊണ്ടല്ല ഉണ്ടാക്കിയേക്കണത്. വാ ഫ്രണ്ടിലോട്ടോ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ എന്താന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടല്ലോ. അതെ, അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. പക്ഷെ ഇന്നൊന്നും ഓപ്പൺ ഒന്നും അല്ല കേട്ടോ. ഇന്നൊന്നും ഓപ്പണുമല്ലോ അത്. അടിപൊളി വിഷ്വലോട്ടോടാ, സംഭവം സെറ്റ്. അത് ഈ ചർച്ചിന്റെ പേരെന്നാ? ഈ ചർച്ചിന്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. കാര്യം പറഞ്ഞാൽ വീടിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അങ്ങനെ ഞാൻ അന്വേഷിക്കാനോ പിടിക്കാനോ പോയിട്ടില്ല. പക്ഷെ ഇവിടെ ആൾക്കാരങ്ങനെ വന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൺഡേസിൽ ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ചങ്ങല എന്നും ഇതിങ്ങനെ നടക്കുന്നുണ്ട്. സാധാരണ ഈ ചങ്ങല മാറ്റണമെങ്കിൽ ആൾക്കാരിനകത്ത് കയറണമല്ലോ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ആൾക്കാർ കയറാനായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഇതുവരെയായിട്ടും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം കാണിച്ചു തരാം. ജുറാസിക് പാർക്കൊക്കെയുള്ള മ്യൂസിയം, ജുറാസിക് പാർക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള മ്യൂസിയം. പിന്നെ ആടാ അതെന്നാണ് സംഭവം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്? ഇതല്ലേ? അതല്ല, ലെഫ്റ്റ് സൈഡിൽ അതാണ് ഫ്രെംലി വാക്ക്. ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഫ്രെംലി വാക്കിൻ്റെ ബാക്ക് സൈഡ് ഇത്. ഓക്കെ, നമുക്ക് അത് അങ്ങോട്ട് ഒരുപാട് നടക്കാണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആളിലുള്ള ഒറ്റ ഷോപ്പ് തുറന്നുള്ള ചുമ്മാ നടന്നിട്ടും കാര്യമില്ല. ഇതാണ് മ്യൂസിയം ഞാൻ പറഞ്ഞത്. ഇത് ഇതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റേ സ്കള്ളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ എൻട്രി മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. അത് തന്നെ സംഭവം തന്നെ സെറ്റ്. അപ്പൊ മെയ്ഡ്സ്റ്റോൺ അല്ല, അപ്പൊ മെയ്ഡ്സ്റ്റോൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയുടെ ഫ്രണ്ടിൽ നിന്നുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇതാണ്. ഒരു രക്ഷയില്ലല്ലോടാ, നല്ല രസോട്ടോ. ഈ കാണാം, ഇവർക്കിടെ കൊത്തുപണി ഭയങ്കര രസാട്ടോടാ. ഓപ്പണിംഗ് ടൈം എന്ന് പറയണത് വെനസ്ഡേ ടു സാറ്റർഡേയിലോ 10 AM to 4 PM വരെ ഉള്ളൂ. ലാസ്റ്റ് എൻട്രി 3:30. പേയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? പേയ്മെന്റ് ഇല്ല. പേയ്മെന്റ് ഫ്രീ ആണ് അതിനകത്ത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇതൊക്കെ അതേ കാണുകയാണ് ഫ്രെംലിൻ വാക്ക്. എന്താ ഉദ്ദേശിച്ചാണ്? അതായത് നമുക്ക് ഇതിൽ കൂടെ വണ്ടികളോ സൈക്കിളോ ഒന്നും വരില്ല, ഓൺലി വാക്കിങ് മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അടിപൊളിയല്ല. അവിടെ സ്പോർട്സ് ഡയറക്ടർ ഉണ്ടല്ലോ. അത് പുതിയ സ്പോർട്സ് ഡയറക്ടർ. അതല്ലേ പുതിയതായിട്ട് വന്നതാ. ഞാൻ 1 വർഷം വർക്ക് ചെയ്ത സ്ഥാപനം സ്പോർട്സ് ഡയറക്ട്.